ആപ്ലിക്കേഷൻ ഫോം കിട്ടാൻ വേണ്ടി സ്ഥലം MLA തമ്പാനൂർ രവിയെ പോയി കണ്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞാണ് ബാങ്ക് മാനേജർ ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തത്. ഈ ആപ്ലിക്കേഷൻ ഫോമിന് കൊടുത്തതിന് ശേഷം 20 തവണ മാതാവിനോടൊപ്പം അവിടെ കയറി ഇറങ്ങിയ രജനി ലോൺ കിട്ടുന്നില്ല. വീണ്ടും തമ്പാനൂർ രവിയെ പോയി കാണുന്നു, സഹായം അഭ്യർത്ഥിക്കുന്നു, കിട്ടുന്നില്ല. SPTയിൽ പോയി അപേക്ഷിക്കുന്നു, അവിടുന്ന് ലോൺ കിട്ടുന്നില്ല. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടി ഈ 600 ചില്ലുവാനം രൂപയുടെ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയാണ് ഈ നടക്കുന്നത്. എന്നിട്ട് ഇവിടെ മേരി മാതാ കോളേജിലോ മറ്റോ സൗജന്യമായി താമസിക്കുകയും പഠിക്കുകയും ചെയ്യാമെന്ന് എങ്ങനെയോ ആരോ വഴി തരപ്പെടുത്തിയ ശേഷം ഒരു TCക്ക് വേണ്ടി കോളേജിൽ ചെല്ലുകയാണ്. അവർ TC കൊടുക്കില്ല, കാരണം ഫീസിന്റെ ഡ്യൂസ് അടച്ചു തീർത്താലേ TC കൊടുക്കുകയുള്ളൂ. നമ്മൾ മറന്നുപോകരുതാത്ത ഒരു കഥയും കൂടെ. അങ്ങനെ ഈ TCക്ക് വേണ്ടി ഈ എൻട്രൻസ് കമ്മീഷണറുടെ കാര്യാലയം പ്രവർത്തിക്കുന്ന ഈ ഹൌസിംഗ് ബോർഡിൽ വന്നതാണ്. നിരവധി തവണ കയറി ഇറങ്ങി. അവിടെ വന്ന് അവിടെ നിന്നും അത് കിട്ടാതെ വരുന്ന, പുറത്തേക്ക് നടന്നു വരുന്ന ആ ദൃശ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇനിയും ആരും സഹായിക്കാനില്ല എന്നുള്ള തിരിച്ചറിവിൽ നടന്നു വരുന്ന ആ കുട്ടി ഇപ്പോൾ 50 വയസ്സുണ്ടാവേണ്ട ആളാണ്. അവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നിയമസഭയുടെ ഗാലറിയിൽ നിന്നായിരുന്നു ചാടേണ്ടിയിരുന്നത്. ജനാധിപത്യം നമ്മൾ പറയുന്നത് പോലെ ജനങ്ങളുടെ സഭയാണെങ്കിൽ യഥാർത്ഥത്തിൽ രജനി ചാടിയത് ആ സഭയുടെ മധ്യത്തിലേക്ക് തന്നെയാണ്. അവിടെ മുതലുള്ള ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടൊന്നും ആവശ്യമില്ല. എങ്ങനെ പ്രവർത്തിക്കാമെന്നുള്ളത് നമ്മൾ കളക്റ്റീവായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അന്ന് ഇവിടെ വലിയ സമരമുണ്ടായി. പ്രക്ഷോഭമുണ്ടായപ്പോ ഇവിടെ പകരം വന്ന് പറഞ്ഞത്, ഇപ്പൊ BMW കാർ ഇവിടെ കമ്പനി തുടങ്ങാൻ വന്നു, ആ കമ്പനിക്കാരങ്ങ് തിരിച്ചുപോയി. കാരണം ഇവിടെ മുഴുവൻ സമരമായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നത് സുകുമാർ അഴീക്കോട് സാർ പറഞ്ഞത്, വിദ്യാർത്ഥികൾ ഇതൊരു മരക്കുറ്റികളുടെ സമൂഹമല്ല എന്ന് തെളിയിച്ചു എന്നാണ്. അല്പം അക്രമാസക്തമായിരുന്നു. പക്ഷെ അതിനുശേഷം ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം മരണങ്ങൾ, ആ മരണങ്ങൾ തെളിയിക്കുന്നത് നമ്മൾ ഏതാണ്ട് മരക്കുറ്റികളായി മാറിക്കഴിഞ്ഞു. അന്ന് നമ്മൾ ഞെട്ടിയതുപോലെയോ അന്ന് നമ്മൾ പ്രതികരിച്ചതുപോലെയോ പിന്നീട് നമ്മൾ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതികരിക്കുന്നവരെ ഒതുക്കുന്ന മറ്റേ BMWന്റെ കഥയുണ്ടല്ലോ, അത് വെറും ഒരു കഥയാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ ആ കഥകളുടെ പിറകെ നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറി എന്നുള്ളതാണ് പിന്നീട് ആവർത്തിച്ചു വരുന്ന ഈ മരണങ്ങൾ നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതിലെല്ലാം സംഭവിക്കുന്നത് ഒരു ജാതി അധിക്ഷേപം എന്ന് പറയുന്നതിനപ്പുറത്ത് അതിനെ കുറച്ച് കാണുകയല്ല. പക്ഷെ അതെന്ന് പറയുന്ന ഒരു സ്പോണ്ടേനിയസ് ആയി സംഭവിക്കുന്നതാണ്. ഇതിലെല്ലാം സംഭവിക്കുന്നത് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള, അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കടുത്ത വിവേചനം ഈ സമൂഹത്തിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ, നമ്മുടെ സഹപാഠികൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് പൊതു സമൂഹത്തിന് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ആസ്പിറേഷൻ എന്ന് നമ്മൾ പറയുന്ന അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ചെക്ക്മേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ BMWന്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പേരുകൾ പറയുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ചില വികസനവാദികളുണ്ട്. നമ്മളെല്ലാം വികസന വിരുദ്ധർ എന്നാണല്ലോ അറിയപ്പെടുക. വരൂ നമുക്ക് വികസന വിരുദ്ധരാകാം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയുന്നത്. ഈ പറയുന്ന വികസനവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിക്കവാറും കഥകളാണ്. ഒരേ ശബ്ദങ്ങൾ തന്നെ നമുക്ക് കാണാം. ബന്ദിനും ഹർത്താലിനും എതിരെ വലിയ അസ്വസ്ഥതയാണ്. അപ്പോ നമ്മള് ഈ റിസോഴ്സസ് ഈവനായിട്ട് വീതം വെച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങള് എന്റെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, എന്റെ കാർ ഓടാനുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഈ പറയുമ്പോൾ ഞാൻ മാറി നിന്നുകൊണ്ട് പറയല്ല കേട്ടോ. ഞാൻ അത്യാവശ്യത്തിന് പുറത്ത് പോകുമ്പോൾ എന്നെ ആരെങ്കിലും തടഞ്ഞാൽ എനിക്കും അസ്വസ്ഥതയുണ്ടാകും. ഇപ്പൊ വ്യക്തിപരമായി അത്തരം അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, അതില്ലെന്നൊന്നും ഞാൻ പറയല്ല. പക്ഷേ ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങളെക്കുറിച്ചും സമരങ്ങളെക്കുറിച്ചും എല്ലാം വിദ്രോഹ സഖ്യം എന്ന് പറയുന്നത്
ഇപ്പൊ നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ നാളെ നമ്മൾ ഈ അധികാരത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ നമുക്കങ്ങനെ തോന്നും. കാരണം ഇനി എനിക്ക് സമരം ആവശ്യമില്ല എന്ന് തോന്നാം. അപ്പൊ അവരവിടെ നിന്നുകൊണ്ട് പറയുന്നതാണ്. ഞാൻ അത് പറയാൻ കാര്യം ഈ BMW കാറിന്റെ കാര്യം, ടെക്നോ പാർക്കിൽ വന്ന ഒരു കമ്പനി ഇവിടെ നിന്ന് ചൈനയ്ക്ക് പോയ കാര്യം നിങ്ങൾ പരിശോധിച്ചു നോക്കണം. പച്ചക്കള്ളമാണ്. അങ്ങനെ ഒരു കഥയില്ല. അവർ ഹൈദരാബാദിൽ, ആ കഥയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാറ്, ഒരു ഹൈദരാബാദിൽ ഒരു വ്യവസായം ആരംഭിക്കാൻ വേണ്ടി വന്നവർ അവര് ടെക്നോ പാർക്കിൽ ഇങ്ങനെ സ്ഥലം ഒന്ന് കണ്ടുകൂടെ എന്ന് ഒരാൾ ചോദിക്കുക. ടെക്നോ പാർക്കിന്റെ ഫയലുകൾ, ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. RTI പ്രകാരം ചോദിച്ചാൽ അവർ തരൂല. അപ്പൊ അവരിവിടെ വന്ന് ഈ സ്ഥലം കണ്ടിട്ട് തിരിച്ചു ഹൈദരാബാദിൽ തന്നെ പോയി. പക്ഷെ അവർക്ക് അതിലും ബെറ്റർ ഓഫർ വേറെ ഒരു രാജ്യത്തു നിന്ന് കിട്ടിയതുകൊണ്ട് അവരവിടെ പോയി. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഒരു സമരം നടന്നുകൊണ്ട് ഹൈദരാബാദിൽ സ്ഥലം അന്വേഷിച്ചിരുന്ന കമ്പനി ചൈനയ്ക്ക് പോകുന്നത് എന്തിനാ? ഹൈദരാബാദിൽ തുടങ്ങിയപ്പോൾ കേരളത്തിലേക്ക് വന്നില്ല, മറ്റൊരിടത്തേക്ക് പോയെന്നല്ലല്ലോ പറയുന്നു. പക്ഷെ ഇവരിത് ആവർത്തിച്ച് ഈ കഥ ഇങ്ങനെ പ്രസന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കെല്ലാം തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭം. അത് വെറും പച്ചക്കള്ളം കഥ പറയുന്നതാണ്. നഴ്സുമാരുടെ സമരം വരുന്നു, ഇതേ വ്യക്തികൾ തന്നെ പുറത്തു വന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഈ ഉയർന്ന ശമ്പളം ആവശ്യപ്പെടുക എന്ന് പറയുന്നത് നഴ്സുമാർക്ക് തന്നെ ദ്രോഹമാണ്. കാരണം ആശുപത്രികൾ അവരുടെ ഇൻടേക്ക് കുറയ്ക്കും, നഴ്സുമാരുടെ എണ്ണം കുറയ്ക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ജോലി ചെയ്തിട്ട് വിദേശത്തേക്ക് പോയി ഉയർന്ന വേതനത്തിൽ ജോലി ചെയ്യാനുള്ള നഴ്സുമാരുടെ തന്നെ അവസരം നഷ്ടപ്പെടും. ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തി ഇവിടെ അടുത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ്. എക്സ്റ്റേണൽ ഡയറക്ടറായിട്ട് എടുത്തിരിക്കുന്ന ഒരാൾ. അത് ഞാൻ പറയുന്നത് ഇതൊരു പേറോളാണ്. പക്ഷെ ഇവരിവിടുത്തെ ഒരു പൊതുസമൂഹത്തിനോട് എന്റെ കുട്ടികൾക്ക് ജോലി കിട്ടണ്ടേ, വിദേശത്ത് പോകണ്ടേ എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തോട്, അല്ലെങ്കിൽ മറ്റേത് അത്രയും അസ്വസ്ഥതപ്പെടുത്താത്തവരോട് അപ്പീൽ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന ഒരു പരിപാടി വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ മധ്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഇവിടെ നടന്നു, കേരളത്തിൽ അങ്ങനെയല്ല. ഇന്ത്യയുടെ പൊതുസ്ഥിതിയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2025 ജനുവരി 3 ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സൂര്യകാന്തിന്റെയും ഉജ്വൽ ഗോയാന്റെയും ബെഞ്ചില് രോഹിത് ഗംഭീരയുടെ മാതാവും മറ്റൊരു 2 മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ ഇതുപോലെ സസ്റ്റെയിൻഡ് ജാതീയ വിവേചനം അനുഭവിക്കേണ്ടി വന്ന പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്ത ഹർജികൾ, അതിന്മേലാണ് അവര് UGCയോട് ഒരു ഗൈഡ് ലൈൻ ഇതിൽ കൃത്യമായി കൊണ്ടുവരാൻ പറഞ്ഞത്. അത് 2026 ജനുവരി മാസം UGC ഒരു ഗൈഡ് ലൈൻ കൊടുത്തു. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേസ് കൊടുക്കുന്നത് 2025 ജനുവരി മാസമാണ് 3 2025 മാർച്ച് ആയപ്പോഴത്തേക്ക് IITയിൽ ഇതുപോലെ ജാതി വിവേചനത്തിന് പേരിൽ ആത്മഹത്യ ചെയ്ത 2 കുട്ടികളുടെ മാതാപിതാക്കൾ, അതും സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ജാതിയുടെ വിവേചനത്തിന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് പർദിവാല അധ്യക്ഷനായ ബെഞ്ചിൽ വീണ്ടും കേസ് കൊടുക്കുന്നു. അപ്പൊ അവരാണ് ഒരു നാഷണൽ ടാസ്ക് ഫോഴ്സിനെ കൊണ്ടുവന്നത്.